ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നോമ്പെടുക്കാം. ഞാനും ആദ്യം മീനോട്ടം നോമ്പെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ സമയം 4:30. ഞാൻ വേഗത്തിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിക്കാം. ഫ്രഷായിട്ട് വരാം. ഓക്കെ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് തീർന്നു പോയി ഗീസ്. അതാട്ടോ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നേരെ ഇതൊക്കെ എടുത്തിട്ട് മീനുൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് പുട്ടും ദോശയും കഴിച്ചു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഗ്യാസ് നല്ല 8ൻ്റെ പണി തന്നതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും ഓട്ടോ എടുത്തിട്ട് പുതിയൊരു സിലിണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഗ്യാസ് ഓഫീസിലേക്ക് പോകാം കേട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ബുക്ക് ചെയ്തത് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ നോമ്പ് വെള്ളത്തിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നേരെ ആയഞ്ചേരി എത്തി ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പുറത്തുനിന്നൊന്നും മേടിക്കണ്ടെന്ന്. അങ്ങനെ പിന്നീട് പോയത് നേരെ കല്ലുമ്മക്കായ മേടിക്കാനാട്ടോ. നല്ല റേറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല റേറ്റാട്ടോ കല്ലുമ്മക്കായ്ക്ക്. അപ്പോഴേക്കും മീൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് നേരെ ആയഞ്ചേരി എത്തി. അവിടെ നിന്ന് അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സമൂസ മേടിക്കാനാണ്. അത് ഫ്രൈ ചെയ്തിട്ടില്ല, വീട്ടിലെത്തിയിട്ട് നമുക്ക് ടൈം ആകുന്നതനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്നുള്ള പാകത്തിലാട്ടോ മേടിച്ചത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫ്രീസറിൽ വെച്ചാൽ മതി, നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയമാകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു. പിന്നെ അതിൻ്റെ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് തിരക്കായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ വൈറലായിട്ടുള്ള മയോണീസ് ഉണ്ടാക്കുക കേട്ടോ ഇത്. അപ്പോൾ സാൻഡ്വിച്ചിൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് പൊന്നേച്ചിയാണെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കേണ്ട ഉള്ളി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പഴംപൊരി ആണെങ്കിൽ നല്ലോണം അടുപ്പത്തൊന്നും മുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണെന്ന് വെച്ചാൽ സമയമാണെങ്കിൽ നല്ല ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളാണിത്. ബ്രെഡ് സാൻഡ്വിച്ച്, സമൂസ, കല്ലുമ്മക്കായ, പഴംപൊരി, ഉള്ളിവട, കട്ട്ലേറ്റ്, മോമോസ്, അത്യാവശ്യം എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ നിന്നുണ്ടാക്കി. സമൂസ മാത്രം കേട്ടോ മേടിച്ചിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നോമ്പ് തുറന്നു. പക്ഷെ താശപ്പിനൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ കേട്ടോ. ഇത്രയും ഫുഡൊക്കെ കൊണ്ടുവച്ച് ഇവരെന്തേ കാണിക്കുന്നതെന്നുള്ളതില്ല കേട്ടോ അവളുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ തന്നെ ഈ നോമ്പ് മുറിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ വെള്ളം കുടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ പയ്യെ കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബാക്കി ഫുഡൊക്കെ കഴിച്ചത്. വെള്ളം കുടിച്ച ഉടനെ അപ്പം വയറ് നിറഞ്ഞതുകൊണ്ട് ഒന്നും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു.